നിന്നെ ഈ ഗതികേടിലേക്ക് തള്ളിയിട്ടത് ഞാൻ കൂടിയല്ലേ? അന്ന് വരുൺ നിന്റെ കഴുത്തില് താലി കെട്ടി കഴിഞ്ഞപ്പോഴെങ്കിലും ഒന്ന് പറയാറുന്നില്ലേ നിനക്ക് എന്നോട്? നീ അവനെ സ്നേഹിച്ചിരുന്നു, അവൻ നിന്നെ ആഗ്രഹിച്ചെന്ന്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്റെ കഴുത്തിന്ന് താലി ഊരി വാങ്ങി പ്രിയങ്കയെ ഞാൻ കണിമംഗലത്തേക്ക് അയക്കുമായിരുന്നോ? എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലെന്ന് കരുതി നിന്നെയും അവനെ ഒന്നിച്ച് ചേർക്കുമായിരുന്നില്ലേ ഞാൻ? എല്ലാം കൈവിട്ടു പോയില്ലേ മോളെ? ഇനി അമ്മയ്ക്ക് എന്താ ചെയ്യാൻ പറ്റ? നിന്നോട് മാപ്പ് ചോദിക്കാന്നല്ലാതെ ഈ അമ്മയ്ക്ക് വേറെന്തെങ്കിലും കഴിയോ മോളെ? വേണ്ടമ്മ, അമ്മ എന്നോട് മാപ്പൊന്നും ചോദിക്കണ്ട. അങ്ങനെ സംഭവിച്ച ഞാൻ ഒന്നുകൂടി തകർന്നു പോവുള്ളൂ. ജനനം മുതൽ ഞാൻ എന്റെ തലയിൽ കൊണ്ടു നടക്കുന്ന ഈ വിധി. മോളെ, ലോകത്ത് ഒരു കുഞ്ഞു അനാഥയെ ജനിക്കരുത്. ഒരമ്മയും ഒരു കുഞ്ഞിനെ വലിച്ചെറിയുകയും ചെയ്യരുത്. അമ്മ അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. മനസ്സിലെ മോഹം തോന്നുന്ന പ്രായമായപ്പോ ഒരാള് വന്നു. അകന്നകന്ന് പോയിട്ടും പിടിച്ചു നിർത്തി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ വിധി എന്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടു പോയപ്പോ ഇനി ഒന്നിനുമില്ലെന്ന് പറഞ്ഞു നിന്നതാ. പക്ഷെ വരുണ്ട മനസ്സിന്നത് പോണ്ടേ? നമ്മളൊക്കെ പറയുന്നത് നിർബന്ധിക്കുന്നതൊക്കെ വരുണ് ചെയ്യാൻ പറ്റണ്ടേ? എന്നെ മാത്രം ഓർത്ത് എനിക്ക് വേണ്ടി മാത്രം ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ എത്ര നാൾ എന്നെ കൊണ്ട് എതിര് പറയാൻ പറ്റും? എന്നിട്ടും പ്രാണനകറ്റുന്ന വേദനയോടെ അതിനുവേണ്ടി ശ്രമിച്ചതാ ഞാൻ. പക്ഷെ ഞാൻ തോറ്റുപോയി. ഇപ്പോ ആ കുടുംബത്തിനും നമ്മുടെ കുടുംബത്തിനും ഒക്കെ ചീത്തപ്പേരുണ്ടാക്കിയവളായി. എന്നെ ജനിപ്പിച്ച ആളത് ചെയ്തില്ല. അമ്മയ്ക്ക് പറ്റുമോ? പറ്റുമെങ്കിൽ എന്നൊന്ന് കൊന്നു തന്നേക്കമ്മ.